അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓശാന തിരുനാൾ വിശുദ്ധ വാരത്തിൻ്റെ കവാടമാണ്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ കവാടം കടന്ന്. വലിയ നോമ്പ് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ സഭയുടെ, ആഗോള സഭയുടെ വാർഷിക ധ്യാനമാണ്. സഭ മുഴുവൻ ഒരു വാർഷിക ധ്യാനത്തിലായിരുന്നു. ഈ ധ്യാനത്തിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിൽ, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിശുദ്ധ വാരത്തിലേക്ക് ഈ കവാടം കടന്ന് പ്രവേശിക്കുമ്പോൾ ഓശാനയ്ക്കൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഈശോ ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ്. സുവിശേഷങ്ങൾ, പ്രധാനമായും സമാന്തര സുവിശേഷങ്ങളൊക്കെ ഈശോയെ ജെറൂസലേമിലേക്കുള്ളൊരു യാത്രയുടെ വഴിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ വഴിയിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നതും പ്രബോധനങ്ങൾ നൽകുന്നതും. ഗലീലിയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു മല കയറുന്ന യാത്രയാണ്. ഗലീലി ഏതാണ്ട് സമുദ്ര തലത്തിൽ നിന്നും 650ഓളം അടി താഴെയാണെങ്കിൽ ജെറൂസലേം, ദൈവമേഖലയായ ജെറൂസലേം, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാവുന്ന ആ ഒരു ജെറൂസലേം, അത് 2500 അടിയോളം ഉയരത്തിലാണ്. അപ്പോഴതൊരു മലകയറ്റമാണ്, അല്ലെങ്കിൽ ഒരു ഉന്നതത്തിലേക്കുള്ള പ്രയാണമാണ്. ഒരാരോഹണത്തിലേക്കാണ് കർത്താവ് മുഖം തിരിച്ചിരിക്കുന്നത്. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ: അവൻ ജെറൂസലേമിലേക്ക് തൻ്റെ ദൃഷ്ടി തിരിച്ചു. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ അടുത്തപ്പോൾ അവൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ്. ആ ആരോഹണം എന്ന് പറയുന്നത് ഈശോയുടെ പിടാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം ഉൾക്കൊള്ളുന്ന പിതാവിൻ്റെ പക്കലേക്കുള്ള ഒരു യാത്രയാണത്. അവൻ്റെ രക്ഷാകര ജീവിതാനുഭവങ്ങൾ ആ ഒരു വലിയ സംഭവത്തിലേക്ക് കടക്കുകയാണ്. അതിലുള്ള തീക്ഷ്ണമായ ഉൾച്ചേരലാണ് ഈ തീർത്ഥാടന വഴിയിൽ നമ്മളും കണ്ടെത്തുന്നത്. വലിയ നോമ്പിലൂടെ നമ്മൾ ഈ കവാടം കടന്ന് ജെറൂസലേമിൻ്റെ രക്ഷാകരമായ അനുഭവങ്ങളിൽ പങ്കുചേരുകയാണ്. മിശിഹ നൽകുന്ന രക്ഷയുടെ അനുഭവം. എസെക്കിയേലിൻ്റെയൊക്കെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ്റെ പാപം, ദൈവജനത്തിൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ മഹത്വം ജെറൂസലേം വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയ മഹത്വം ഇനി ഒലിവ് മലയിലൂടെയാണ് തിരികെ എത്തുക, മിശിഹായിലൂടെ എന്ന ദർശനങ്ങൾ എസെക്കിയേൽ പ്രവാചകൻ നൽകുന്നുണ്ട്. ഇതാ അവൻ ജെറൂസലേമിലേക്ക് വരികയാണ്, നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വമായിട്ട്, നഷ്ടപ്പെട്ട രക്ഷയുടെ അനുഭവമായിട്ട്. അവൻ ഒലിവ് മലയുടെ താഴ്വരയിലൂടെ, ഒലിവ് മലയുടെ സമീപത്തുകൂടെ ഇതാ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഒലിവ് മലയിലൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള ആ ഒരു പ്രവാചക ദർശനം, അത് മെശിഹായിൽ പൂർത്തിയാവുകയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെശിഹായിലൂടെ കരഗതമാകുന്ന ആ രക്ഷയുടെ തീവ്രമായ അനുഭവത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വലിയ ആഴ്ചയിൽ തീക്ഷ്ണമായൊരു ഒരുക്കം. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ മൂലപദത്തിൽ കർത്താവെ രക്ഷിക്കണമേ എന്നുള്ളൊരു നിലവിളിയാണത്. കൂടാരത്തിരുനാളിൽ പുരോഹിതന്മാരതിൻ്റെ 7-ാം ദിവസം തീക്ഷ്ണമായിട്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, വിളവിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പിന്നീട് അങ്ങോട്ട് അതിൽക്കുറിച്ച് വ്യത്യാസം വന്നിട്ട് അതൊരു വലിയ ആനന്ദത്തിൻ്റെ ഉത്സവമായിട്ട് മാറുന്നു. അപ്പോഴും ആ പ്രാർത്ഥനയുടെ വാക്കുകൾ അത് തന്നെയാണ്, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ ദാഹത്തോടുകൂടി നമുക്ക് മെശിഹായോട് ചേർന്ന് ഈ രക്ഷാകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ ആ കൃപയും മഹത്വവും ഈശോയുടെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്ന ആ തീക്ഷ്ണമായ ദൈവാനുഭവത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. രക്ഷാകരമായ അനുഭവത്തിന് വേണ്ടി ദാഹിക്കാൻ, മിശിഹ നൽകുന്ന ആ വലിയ കൃപയിൽ നിറഞ്ഞുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ വ്യാപരിക്കാൻ നമുക്ക് പറ്റണം. പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവകൃപ തിരിച്ചെടുക്കുവാൻ, ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിലേക്ക് പൂർണ്ണമായി തിരിയാൻ, മാനസാന്തരത്തിൻ്റെ ആ വലിയ കൃപയിലേക്ക് കടക്കാൻ, മിശിഹായിലേക്ക് തിരിയാൻ, അങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ആത്മാവിൽ നിറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തീക്ഷ്ണമായൊരു മാനസാന്തരാനുഭവം. മെത്തനോയ്യ എന്താണ്? പൂർണ്ണമായൊരു തിരിവാണ്. ഷൂബ് എന്ന പദമാണ് ഇതിന് ഹീബ്രുവിലൊക്കെ ഉപയോഗിക്കുന്നത്. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിയുക. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിയുന്ന മനുഷ്യൻ സഹോദരങ്ങളിലേക്കും തിരിയും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കും. അപ്പോഴതാണ് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് സഹോദരങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഈശോ വിനയാന്വിതനായിട്ടൊരു കഴുതപ്പുറത്താണ് വരിക. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പൊതുവെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് വിജയഭേരിയോടുകൂടി ഒരു പടനായകനെ പോലെ വരുമ്പോൾ ഇതാ അവൻ രാജാവായിട്ട് തന്നെയാണ്, പക്ഷേ കഴുതപ്പുറത്ത്, പ്രത്യേകം സജ്ജമാക്കപ്പെട്ട കഴുതപ്പുറത്ത്. അതൊരു ദർശനമാണ്. മിശിഹ പഠിപ്പിച്ച പ്രബോധനങ്ങളുടെ ഒരു ചിന്താധാര അതിനകത്തുണ്ട്. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ക്ഷമയുടെ,
പങ്കുവെക്കലിൻ്റെ, സഹിഷ്ണുതയുടെ, സമഭാവനയുടെ ഒരു ദർശനമാണ് കഴുതപ്പുറത്തുള്ള അവൻ്റെ യാത്ര. അവനെ സ്വീകരിക്കാൻ അവിടെ ഒത്തുകൂടിയവർ ഒരുപക്ഷെങ്കിലൊരു സാമൂഹ്യ വിമോചകനെയോ ജെറുസലേമിനെ, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനുള്ള ഒരു വീരയോദ്ധാവിനെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവൻ നൽകുന്ന സന്ദേശം ഒരു സമഗ്ര വിമോചനത്തിൻ്റെയാണ്. പാപത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ജീവിതത്തിൻ്റെ സമഗ്രമായ വിമോചനം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിത്യതയിലെത്തുന്ന സ്വർഗോന്മുഖമായ ഒരു യാത്രയിലൂടെ ലഭിക്കുന്ന വിമോചനം. ആ ഒരു വിമോചനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ശാന്തതയോടുകൂടി നമുക്ക് ഈ വചനം സ്വീകരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറേണ്ടത് ഈശോ പഠിപ്പിക്കും. ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറേണ്ടത് ക്രൈസ്തവ ദർശനങ്ങളുടെ, പ്രബോധനങ്ങളുടെ എല്ലാം ചുരുക്കമായിട്ട് മാറേണ്ടത് സ്നേഹവും സഹിഷ്ണുതയും ശാന്തതയും സമാധാനമൊക്കെയാണ്. അതിന് വിഘാതമായ ധ്രുവീകരണങ്ങളും വർഗീയതയും അക്രമാസക്തിയും ഒക്കെ വിരുദ്ധമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഇത്തരം തെറ്റായ മനോഭാവങ്ങളോട് ക്രിയാത്മകമായിട്ട്, ഭാവാത്മകമായിട്ട് സംവദിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു വലിയ ഉൾവിളി ഓശാന തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഓശാന തിരുനാളിൽ ഓശാനയിൽ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന മിശിഹ ദൈവാലയ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. അത് വിജാതിയർക്കുള്ള മണ്ഡപം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആണ് അവിടെ നാണയമാറ്റം നടക്കുന്നതും അവിടെ കച്ചവടങ്ങൾ നടക്കുന്നതും ശരിയല്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നതുമെല്ലാം, അവിടെയുള്ള അഴിമതിയും എല്ലാം അവിടെ നിന്ന് തുടച്ചു നീക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത്, അത് വിജാതിയരുടെ മണ്ഡപമാണ്. അതും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടവും ദൈവാലയത്തിൻ്റെ ഭാഗവും ദൈവജനത്തിൻ്റെ ഭാഗവുമാണ് അവരും എന്നുള്ള ആ ഉന്നതമായ ദർശനം എല്ലാവർക്കുമുള്ളതാണ് മിശിഹായിലുള്ള രക്ഷ. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും തൻ്റെ രക്ഷയിലേക്ക് വിളിക്കുന്നു എന്ന ദർശനം കൂടി അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ഉന്നതമായ ദർശനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ആലയങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയത്തെ വിശുദ്ധീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സ്നേഹവും സമാധാനവും ക്ഷമയും പങ്കുവയ്ക്കുന്ന അരൂപിയും ഒക്കെ പാലിച്ചുകൊണ്ട് ധാർമ്മികതയുടെ ഒരു വിളനിലമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തണം എന്നുകൂടിയാണ് അതിന് അർത്ഥം. ഒരിക്കലും അനീതിപരമായിട്ടൊന്നും സംഭവിക്കരുത്. നമ്മുടെ ആത്മീയ മേഖലകളെ പോലും അത് ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ, നീതിബോധത്തിൻ്റെ, ധാർമ്മികതയുടെ, സുവിശേഷ ധാർമ്മികതയുടെ ആത്മീയ പരിപ്രേക്ഷ്യത്തിൽ നാം വ്യാപരിക്കുന്നവരായി മാറാനിടയാവണം. നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയങ്ങളായിട്ട് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊരു ആത്മപരിശോധനയുടെ ഒരു വെല്ലുവിളി കൂടിയാണ് നമുക്ക് തരുന്നത്. നിൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിച്ചുകൊണ്ടാണോ ആത്മീയതയിൽ വ്യാപരിക്കുന്നത്, അതോ കേവലം അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ചിന്തകളെല്ലാം നമുക്ക് ഈ ഓശാന തിരുനാളിൽ ധ്യാന വിഷയമാക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവിനോട് ചേർന്നുകൊണ്ട് അവിടുത്തെ രക്ഷാകരമായ ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ തീർത്ഥാടനത്തിൽ നമ്മളും പങ്കുചേരുന്നു. അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുക. 2, കഴുതപ്പുറത്ത് വന്ന മിശിഹ നൽകുന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ദർശനം മനസ്സിൽ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്നേഹത്തിൻ്റെ ക്രൈസ്തവ ദർശനം, ക്ഷമയുടെ, വിനയത്തിൻ്റെ ദർശനം പാലിക്കാൻ കഴിയണം. 3, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അങ്ങനെ അനുഗ്രഹീതമായ ഒരു വിശുദ്ധ വാരം നമുക്ക് ആചരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ഉന്നതവേദിയിൽ ഓശാന, ദാവീദിൻ സുതനോശാന, ഓശാന 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 ഓശാന.